നമ്മുടെ നാട്ടിലെ ഭൂരിഭാഗം ആൾക്കാരും പുറത്തു പോയിട്ട് ജങ്ക് ഫുഡ്സും പ്രോസസ് ഫുഡും ഫാസ്റ്റ് ഫുഡും എല്ലാം കഴിക്കുന്ന ആൾക്കാരാണ്. അതിൽ നല്ലൊരു ശതമാനം ആൾക്കാർ ആൽക്കഹോളും കഴിക്കാറുണ്ട്, സിഗരറ്റും വലിക്കാറുണ്ട്. എന്നാൽ ഇതേ ആൾക്കാർ എപ്പോഴെങ്കിലും ഒന്ന് ജിമ്മിൽ ജോയിൻ ചെയ്ത് കഴിയുമ്പോൾ അവിടെ അവരുടെ പേഴ്സണൽ ട്രെയിനർ പ്രോട്ടീൻ ഇൻടേക്കിന് ഇത്ര എഗ്ഗ് കഴിക്കണം, ചിക്കൻ കഴിക്കണം, ബേ പ്രോട്ടീൻ ഒക്കെ കഴിക്കണം എന്ന് പറയുമ്പോഴത്തേക്കും ഇതേ ആൾക്കാർ ആശാനെ ഇത്ര എഗ്ഗ് കഴിച്ചാൽ കൊളസ്ട്രോൾ അല്ലേ, ചിക്കൻ കഴിച്ചാൽ വണ്ണം വെക്കത്തില്ലേ, ആൻഡ് ബേ പ്രോട്ടീൻ ഒരുപാട് സൈഡ് എഫക്റ്റ് ഇല്ലേ, നമ്മൾ കിഡ്നിയൊക്കെ അടിച്ച പോലെ എന്നൊക്കെ. അത് ശരി, പുറത്ത് വിട്ട് വെള്ളടിക്കുമ്പോഴും പാർട്ടി ചെയ്യുമ്പോഴും സ്മോക്ക് ചെയ്യുമ്പോഴും ഇല്ലാത്ത കൺസേൺ ആണോ നിങ്ങൾക്ക് നല്ല ന്യൂട്രീഷൻ കൺസ്യൂം ചെയ്യാൻ പറഞ്ഞപ്പോഴത്തേക്കും? ആൻഡ് ഈ ചിക്കനും എഗ്ഗിനും കുറ്റം പറഞ്ഞ ഇതേ ആൾക്കാർ പുറത്ത് പോയിട്ട് KFC-യിലോ പിസ്സ ഹട്ടിലോ ഓർ ഏതെങ്കിലും ഹോട്ടലിൽ കയറിയിട്ട് ഇഷ്ടത്തിന് കഴിക്കുമ്പോൾ അതിൽ ട്രാൻസ്ഫാറ്റ് ഉണ്ടെന്നോ കൊളസ്ട്രോൾ ഉണ്ടെന്നോ എത്ര കാലറീസ് ഉണ്ടെന്നോ ബോധേഡും അല്ല, കൺസേൺഡും അല്ല, അല്ലെങ്കിൽ അവർക്കൊരു കുഴപ്പമില്ല. ഞാൻ ആക്ച്വലി പുറത്തെ ഫുഡ് കഴിക്കുന്നതിനോ അല്ലെങ്കിൽ മോഡറേഷൻ നിങ്ങൾ ആൽക്കഹോൾ കഴിക്കാനോ ഒന്നും എതിര് പറയില്ല. അതൊക്കെ ഓരോ ആൾക്കാരുടെ ഇഷ്ടവും ലൈഫ് സ്റ്റൈലാണ്. പക്ഷെ ഞാൻ ചോദിക്കുന്നത്, പുറത്ത് പോയിട്ട് നെഗറ്റീവ് സാധനങ്ങൾ ചെയ്യുമ്പോഴോ കഴിക്കുമ്പോഴോ ഇല്ലാത്ത ഒരു കൺസേൺ എന്തിനാണ് നിങ്ങൾക്കൊരു പ്രോപ്പർ ന്യൂട്രീഷൻ ആൻഡ് ഹോൾ റിച്ച് ഫുഡ് കൺസ്യൂം ചെയ്യാൻ പറയുമ്പോൾ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, എഗ്, ചിക്കൻ, വേ പ്രോട്ടീൻ എന്നൊക്കെ പറഞ്ഞ റിച്ച് ലീൻ പ്രോട്ടീൻ സോഴ്സസ് ആണ്. ആൻഡ് നമ്മുടെ എല്ലാവരുടെ ബോഡിയിലും ഒരു സെർട്ടൈൻ എമൗണ്ട് ഓഫ് പ്രോട്ടീൻ, കാർബ്, ഫാറ്റ് ആൻഡ് അത് മൈക്രോന്യൂട്രിയൻസ് ആൻഡ് കൊളസ്ട്രോൾ എല്ലാം തന്നെ ആവശ്യമാണ്. ആൻഡ് ഇതുപോലത്തെ ചോദ്യങ്ങൾ അറ്റ്ലീസ്റ്റ് എല്ലാ ട്രെയിനർമാരും വൺസ് ഇൻ എ ലൈഫ് ടൈം അങ്ങനെ അവരുടെ ക്ലയൻസിൻ്റെ ചെയ്യുന്നോ അല്ലെങ്കിൽ അവരുടെ എൻക്വയറീസിൻ്റെ ചെയ്യുന്നോ എന്തായാലും കേട്ടിട്ടുണ്ടാവും. സോ അങ്ങനെ കേട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക.